കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു വെളുപ്പാങ്കാലം 2 മണിയായിട്ടുണ്ടാവും. നമ്മൾ 3 പേരുണ്ടായിരുന്നു. നമ്മൾ 3 പേരും തട്ടുകടയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയാണ്. കടേന്ന് ശേഷം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ തൊട്ട് പുറകീന്ന് ഒരു ബൈക്ക് വന്നിട്ട് സ്പീഡിന് വന്നിട്ട് ഒരു പോസ്റ്റിലിടിച്ച് അവിടെ വീണ്. നമ്മൾ പെട്ടെന്ന് തന്നെ പേടിച്ചു പോയി ആ വീഴ്ച കണ്ടിട്ട്. നമ്മൾ പെട്ടെന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഓടി അവിടേക്ക് ചെന്നു. ഒരു പയ്യനായിരുന്നു ആ ബൈക്കിലുണ്ടായിരുന്നത്. ബൈക്കൊക്കെ എന്ന് വെച്ചാൽ ആകെ എല്ലാം പോയിട്ടുണ്ട്. ഇടിച്ച് നല്ല ഫോഴ്സിന് ഇടിച്ചതാണ്. പയ്യന് കയ്യിന് കാലിന് നല്ല പരിക്കുകളുണ്ട്. നമ്മളപ്പം തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ആംബുലൻസിലൊക്കെ വിവരം അറിയിച്ചായിരുന്നു. അവിടെ വെച്ച് നടന്ന ഒരു കാര്യത്തിൽ എനിക്ക് നല്ല വിഷമം വന്നു. നമ്മൾ മനസ്സുകൊണ്ടും അതേപോലെ സ്റ്റാറ്റസുകളിലൂടെയൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ആംബുലൻസും പോലീസും വരുന്നവരെ അവിടെ കാത്തു നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ബ്രോയുടെ ഫോണൊന്നും എടുത്തായിരുന്നു. ഈ ബ്രോ വീണ് കിടക്കുവാണ്. ബ്രോയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാലും കയ്യിലും നല്ല പ്രശ്നമുണ്ട്. ഞാൻ ഫോൺ വാങ്ങിച്ചു. ബ്രോയുടെ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ബ്രോ ആരെയാണ് വിളിച്ച് കാര്യം പറയേണ്ടത്, ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രോ പറഞ്ഞു ഇതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞു തന്നു. പുള്ളിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇതിലോട്ട് വിളിച്ചിട്ടൊന്ന് കാര്യം പറഞ്ഞേക്ക്, ഇതേപോലെ ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോണൊക്കെ എടുത്ത് കോൾ ചെയ്ത് ബ്രോ എടുത്ത് ചോദിച്ചു ഇന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രോയുടെ പേര് ഞാൻ പറഞ്ഞു, ഈ ആക്സിഡൻ്റ് ആയ ബ്രോയെ അറിയാമോ എന്ന് ചോദിച്ചു. ഇന്ന പോലെ ഇവിടെ വെച്ച് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രോ പെട്ടെന്ന് പറയണത്, ഇല്ല ബ്രോ എനിക്ക് ആ ബ്രോയെ അറിയത്തില്ല, എനിക്ക് മനസ്സിലായില്ല എന്നാണ്. അപ്പോൾ നമ്മളങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ ബ്രോ ഫോണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് സംസാരിച്ചു. ബ്രോ ഇതേപോലെ ഞാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രണ്ട് എന്ന് പറയുന്ന ആള് ഫോൺ കട്ട് ചെയ്ത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമമായി അത് കണ്ടിട്ട്. ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ മനസ്സിൽ ആദ്യം ഒരാളെ പേര് അല്ലെങ്കിൽ ഒരു വ്യക്തി നമുക്ക് ഓർമ്മ വരും. അപ്പം നമുക്കൊരു അത്ര പ്രിയപ്പെട്ട ഒരാളായിരിക്കും എന്തായാലും. അപ്പോൾ ഈ ബ്രോയും പറഞ്ഞു തന്നത് അതേപോലെ ഒരാളെ തന്നെയായിരുന്നു. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിളിച്ച ഫ്രണ്ടില്ലേ, അത്രയും വിശ്വാസത്തോടു കൂടി വിളിച്ച ഈ ഫ്രണ്ടിനെ ഒരിക്കലും ഈ വീണ് കിടക്കുന്ന ഈ ഫ്രണ്ട് ജീവിതത്തിൽ മറക്കത്തില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ ഇതിവിടെ പറയാനൊരു കാരണം കൂടെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പലപ്പോഴും വിചാരിക്കും നമുക്കിപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ ഓടി എത്താൻ ഇതേപോലെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. ആ ബ്രോ അത്ര പ്രിയപ്പെട്ട ഒരാളുടെ നമ്പരും പേരൊക്കെ പറഞ്ഞ് ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കോൾ ഹിസ്റ്ററിയിൽ നിന്ന് എടുത്ത് വിളിച്ചതായിരുന്നു. അപ്പോൾ ഈ ബ്രോ പറഞ്ഞത് അറിയത്തില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ആക്സിഡൻ്റ് ആയി അപ്പം പറഞ്ഞു അറിയത്തില്ല ആരാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ രണ്ടാമത് ഇതേപോലെ അപ്പോൾ വേറൊന്നും ഇല്ല. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഉണ്ടാവും, പക്ഷേ ചിലരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. എന്തായാലും കുറച്ചു നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ആംബുലൻസ് ഒക്കെ വന്നു. ബ്രോനെ നമ്മളെല്ലാവരും കൂടെയൊക്കെ ആംബുലൻസിലൊക്കെ കയറ്റി ഹോസ്പിറ്റലിലോട്ട് വിട്ടു. പിന്നെ ബ്രോ രണ്ടാമത് ഏതോ വീട്ടിലെ നമ്പർ എന്തോ പറഞ്ഞു തന്നു. വീട്ടിൽ ആരെയും നമ്പർ വേറൊരു നമ്പർ കൂടെ പറഞ്ഞു തന്നു. അങ്ങനെ അതിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട് എത്താമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാട്ടിലല്ലായിരുന്നു. നമ്മളൊരു വർക്കിൻ്റെ ആവശ്യമായിട്ട് വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത്.